തിരുവനന്തപുരത്തിൻ്റെ ഒരു ഭാഗത്ത് എന്തൊക്കെയോ ആണ്, മറുഭാഗത്ത് കൊട്ടമധു. ഇവിടുത്തെ പോലീസുകാർക്ക് ഒരു കേസ് എടുക്കണമെങ്കിൽ പോലും കൊട്ടമധുവിൻ്റെ അനുവാദം വേണ്ടിവരും. കൊട്ടച്ചേട്ടൻ അന്യായ സെറ്റപ്പാണ്. വീടിന് ചുറ്റും 19 ഗുണ്ടകൾ, ഭാര്യയ്ക്ക് കാവലായി 3-4 റൗഡികൾ, പിന്നെ പലതരത്തിലുള്ള ആയുധ ശേഖരങ്ങളും കൊട്ടേണൻ്റെ ഉണ്ട്. കൊട്ടച്ചേട്ടൻ എങ്ങനെ ഇത്ര സെറ്റപ്പായേ എന്ന ചോദ്യത്തിനുള്ള മറുപടി, പണ്ട് അതായത് വളരെ പണ്ട് കൊട്ടമധു വെറും മധുവായിരുന്ന കാലം. അന്ന് തിരുവനന്തപുരം ഭരിച്ചുകൊണ്ടിരുന്നത് വേറൊരു കാട്ടുമാക്കാനായിരുന്നു, ചിതലനി. എന്തോ നാടേ ഇത്, ചെതല്, കൊട്ട, ബിനു, അതെന്തെങ്കിലും ആവട്ടെ. അങ്ങനെ ചിതല് ഭരിച്ചുകൊണ്ടിരുന്ന കാലം. ചിതലിനെ കണ്ടപ്പോഴാണ് കൊട്ടയ്ക്ക് മനസ്സിലാകുന്നത്, Here is a man who comes from that powerful place. അങ്ങനെ ചിതലിനെ കൊണ്ട് ആ ജില്ലയ്ക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാകാൻ തുടങ്ങിയപ്പോൾ പോലീസുകാർ തന്നെ ഗുണ്ടകളുടെ ഒരു കരയോഗ മീറ്റിംഗ് കൂടിയിട്ട് ഇവനെ കൊല്ലാൻ ആർക്ക് ധൈര്യമുണ്ടെന്ന് ചോദിക്കുമ്പോൾ അതാ വരുന്നു കയ്യും പൊക്കി നമ്മുടെ കൊട്ടമധുവണ്ണൻ. ലടുക്കാനായി മേരാ നാം കൊട്ടാ ഹേ അന്ന് പറഞ്ഞൊരു നിപ്പുണ്ട് എൻ്റെ മോനെ. അങ്ങനെ മധുവണ്ണോട് പോലീസുകാർ പറയാണ്, ചെതലിനെ നീ തീർത്താൽ ഈ തിരുവനന്തപുരം നിൻ്റെയാണെന്ന്. തിരുവനന്തപുരം ഒരു ലോലിപോപ്പ് പോലെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും കൊട്ടയ്ക്ക് ആ കപ്പലണ്ടി പോലും കശുവണ്ടിയായി തോന്നി. എന്തിനാണോ ഈ കപ്പലണ്ടി തിന്നുന്നത് നീ മസിൽ പിടിച്ചിരിക്കുന്നത്? മസിൽ പിടിക്കാതെ ലൂസാക്കിയിടൂ. അങ്ങനെ മസിൽ പിടിച്ച് കപ്പലണ്ടി തിന്നുകൊണ്ട് ചിതലിനെ എങ്ങനെ കൊല്ലാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും കൊട്ടച്ചേട്ടൻ ആ കാഴ്ച കാണുന്നത്. കുറച്ച് പിള്ളേർ കൂടി നിന്ന് കളിക്കുന്നു. അതിലേറ്റവും പാവം പിടിച്ചൊരു ചെറുക്കനെ തപ്പിയെടുത്ത് അവന് പൊറോട്ട ഇറച്ചിയൊക്കെ മേടിച്ചു കൊടുത്ത്, മോൻ നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് വരും, അങ്ങോട്ട് ബാ, ഇക്ക പൊറോട്ട ഇറച്ചിയും മേടിച്ചുതരാം. നമുക്ക് അധികം ചിലവൊന്നുമില്ല ഉള്ളേ, പൊറോട്ട ഇറച്ചി മേടിച്ചത് അല്ലാതെ പൊറോട്ട ഇറച്ചി മേടിച്ചത്. മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഒക്കെ തീറ്റിച്ച് അവന് ഉന്നം നോക്കി എറിയാനുള്ള ട്രെയിനിങ് കൊടുക്കുന്നു. ചെറുക്കനെ ഒരു കായിക താരമാക്കി വളർത്തണമെന്നുള്ള ദുരുദ്ദേശം കൊണ്ടൊന്നുമല്ല, ഇതുകൊണ്ട് വേറെ പറയാനുണ്ട്, പറയാം. അങ്ങനെ ആ ചെക്കൻ നല്ല ഉന്നമുള്ള ഒരു കലാകാരനായി മാറുന്നു. കൊട്ടയണ്ണൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ല ബെറ്റർ പ്ലാനിങ്ങോട് കൂടി തന്നെയാണ്. ചിതലിനെ നേരിടാനുള്ള ബ്രഹ്മാസ്ത്രമായിട്ടാണ് ഈ ചെറുക്കനെ വളർത്തിയെടുക്കുന്നത്. കാരണം എല്ലാവരെയും പോലെയല്ല, ചിതലിനോട് നേരിട്ട് മുട്ടാൻ നിന്നാൽ ചിതൽ കൊട്ടയെ കോണാൻ വലിച്ചു കീറുന്ന പോലെ കീറുമെന്ന് കൊട്ടയ്ക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരവസരം കിട്ടിയിട്ടും അവൻ്റെ കയ്യിൽ തല്ലി മേടിച്ച് കൂട്ടാതെ ഈ ചെക്കൻ്റെ കയ്യിൽ ഒരു ബോളിനകത്ത് 2 പന്നിപ്പടക്കോ സെറ്റ് ചെയ്ത് കൊടുത്തു വിടും. എന്നിട്ട് അങ്ങോട്ട് മാറി ഇന്ന് അവൻ്റെ തലയ്ക്ക് നേരെ എറിയാൻ പറയും. ഉണ്ട ബിരിയാണിക്ക് നന്ദി കാണിക്കണമല്ലോ. കൊട്ടയെണ്ണം പറഞ്ഞതും ചെക്കൻ അവൻ്റെ തലയ്ക്ക് നേരെ തന്നെ എറിഞ്ഞ് പിടിപ്പിക്കും. ചെതലിൻ്റെ ചെതൽപ്പുറ്റൊക്കെ അവിടെ പൊട്ടി തെറിക്കുകയാണ്.